നിങ്ങൾ ഈ ഒരു സാധനം എടുക്കാണ്ടാണ് ജിമ്മിൽ പോകുന്നത്, അതുപോലെ തന്നെ റണ്ണിങ്, ഏതെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ പോകണമെങ്കിൽ നിങ്ങളുടെ കാര്യം തീരുമാനമാവും. ഒരിക്കലും ഈ സാധനം ഇല്ലാണ്ട് വർക്കൗട്ട് ചെയ്യാൻ പോകാൻ പാടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് വെള്ളം. ഈ സാധനം പല ആളുകളും ഇപ്പോഴും ജിമ്മിലേക്കും റണ്ണിങ്ങിലും പോകുമ്പോൾ കൊണ്ടുപോകാറില്ല. കുറച്ച് ആൾക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർക്കൗട്ടും കഴിഞ്ഞിട്ട് വേണം വെള്ളം കുടിക്കാൻ, ഇടയിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാമിന കുറയും എന്നൊക്കെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി റോങ് ആണ്. സ്റ്റഡീസ് അപ്പോൾ ഇതിനെപ്പറ്റി പറയണത് വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു 200 തൊട്ട് 300 ml വരെ വെള്ളം കുടിക്കുക. അതിനുശേഷം വർക്കൗട്ട് കഴിഞ്ഞിട്ടും ഇതേപോലെ വെള്ളം കുടിക്കുക. വർക്കൗട്ടിൻ്റെ ഇടയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ 10 മിനിറ്റ് 20 മിനിറ്റ് കൂടുമ്പോഴും ഓരോ സിപ്പ്, അതിന് മുമ്പ് 10 മിനിറ്റ് ആണതിന് മുമ്പേ നിങ്ങൾക്ക് ഓരോ സെറ്റൊക്കെ കഴിയുമ്പോൾ, ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ ലെഗ് വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോൾ ഒരു സെറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ദാഹിക്കായിരിക്കും. ഒരു സിപ്പ് വെള്ളം കുടിക്കണമെന്ന് ഒരു തെറ്റുമില്ല. അത് വളരെ നല്ലതാണ്. നിങ്ങളുടെ പെർഫോമൻസ് കൂടാനും അതുപോലെ തന്നെ അടുത്ത റെപ്പിറ്റേഷൻ ചെയ്യുമ്പോൾ എനർജറ്റിക് ആയി ഇരിക്കാനും വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇപ്പം നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പോൾ നല്ലോണം വെയിലുണ്ട്, അല്ലെങ്കിൽ നല്ല ടെമ്പറേച്ചർ ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ നല്ലോണം വേർക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുടിക്കുന്ന വെള്ളത്തിൽ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇടുക എന്നുള്ളത്. കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഒരുപാട് ഉപ്പിടരുത്, കുറച്ച് മാത്രം ഉപ്പിട്ടിട്ട് കുടിക്കുക. അതുപോലെ തന്നെ വെള്ളം എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. എല്ലാ ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും ഉറപ്പുവരുത്തുക.